മാർവൽ ആൻഡ് DC ഫാൻസ് അസംബിൾ പ്ലീസ്. ഒരുപാട് സൂപ്പർ ഹീറോസിനെ നമുക്ക് തന്നിട്ടുള്ള രണ്ട് കോമിക് വേൾഡ് ആണ് മാർവൽ ആൻഡ് DC. പക്ഷെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറോസിനെ കടമെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. ഈ വീഡിയോയിൽ DCയിൽ നിന്നും മാർവൽ ചുരണ്ടിയെടുത്ത 5 സൂപ്പർ ഹീറോസിനെയാണ് നമ്മൾ നോക്കുന്നത്. 5ാമത്തെ കോപ്പി ക്യാറ്റ് വിൽ ഷോക്ക് യു ഗൈസ്. നമ്പർ 1, മാർവലിന്റെ ഡെഡ്പൂൾ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈ സൂപ്പർ ഹീറോ DCയുടെ ഡെത്ത് സ്ട്രോക്കിന്റെ കോപ്പിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഡെഡ്പൂളിന്റെ തന്നെ ക്രിയേറ്റർ പറഞ്ഞതാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ നെയിം തമ്മിലും നല്ലൊരു സിമിലാരിറ്റി ഉണ്ട്. വെയ്ഡ് വിൽസൺ ആണ് ഡെഡ്പൂൾ, സ്ലൈഡ് വിൽസൺ ആണ് ഡെത്ത് സ്ട്രോക്ക്. ഡെത്ത് സ്ട്രോക്ക് വന്നത് 1980-ലാണ്, പക്ഷേ ഡെഡ്പൂൾ ആദ്യമായിട്ട് വന്നത് 1990-ലാണ്. ഒരു ഡിഫറൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഡെത്ത് സ്ട്രോക്ക് ഒരു സീരിയസ് അസാസിൻ ആണ്, പക്ഷേ ഡെഡ്പൂൾ ഭയങ്കര ഫണ്ണി ക്യാരക്ടറാണ്. രണ്ടാമത്തേത് ഹോക്കായ് ആൻഡ് ഗ്രീൻ ആരോ. DCയുടെ ഗ്രീൻ ആരോ 1941-ലും മാർവലിന്റെ ഹോക്കായ് 1964-ലുമാണ് ആദ്യമായി അപ്പിയർ ചെയ്തത്. അതായത് ഏകദേശം 20 വർഷത്തിന്റെ ഡിഫറൻസ്. രണ്ടുപേരും ആർച്ചേഴ്സ് ആണ്. അത് മാത്രമല്ല രണ്ടുപേരും ഹ്യൂമൻ സൂപ്പർ ഹീറോസ് ആണ് വിത്ത് എക്സ്ട്രാ ഓർഡിനറി സ്കിൽ വിത്ത് ബോ ആൻഡ് ആരോ. പക്ഷെ ആദ്യം വന്നത് ഗ്രീൻ ആരോ ആണ്. നെക്സ്റ്റ് വൺ ക്വിക്സിൽവർ. ഇതേ എബിലിറ്റി ഉള്ള വേറൊരു സൂപ്പർ ഹീറോയെ നമുക്കറിയാലോ. അതെ, DCയുടെ ഫ്ലാഷ്. രണ്ടുപേരുടെയും സൂപ്പർ പവർ ആണ് സ്പീഡ്. പക്ഷെ ആദ്യം വന്നത് ഫ്ലാഷ് ആണ് 1940. ക്വിക്സിൽവർ അപ്പിയർ ചെയ്തത് 1964-ലാണ്, അതായത് 20 വർഷത്തിന് ശേഷം. നാലാമത്തേത് താനോസ്. DCയുടെ ഡാർക്ക് സീഡ് ആയിട്ട് ഒരുപാട് സിമിലർ ഉള്ള ഒരു ക്യാരക്ടറാണ് മാർവലിന്റെ താനോസ്. രണ്ടുപേരും ഗാലക്റ്റിക് കോങ്കറേഴ്സ് ആണ്. സുപ്രീം പവർ ആഗ്രഹിക്കുന്നവരാണ് രണ്ടുപേരും. വേറെ പ്ലാനറ്റിൽ നിന്ന് വന്നവരാണ്. ഡാർക്ക് സീഡ് 1970-ലും താനോസ് 1973-ലുമാണ് ആദ്യമായി അപ്പിയർ ചെയ്തത്. ഒരു 3 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂവെങ്കിലും ഈ സിമിലാരിറ്റീസ് ഭയങ്കര നോട്ടീസബിൾ ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 5ാമത്തെ ഹീറോസ് നിങ്ങളെ ഞെട്ടിക്കും. ബാറ്റ്മാൻ ആൻഡ് അയൺമാൻ. രണ്ട് സിനിമാറ്റിക് യൂണിവേഴ്സിലും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള രണ്ട് ഹീറോസ് ആണ് ബാറ്റ്മാൻ ആൻഡ് അയൺമാൻ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഒരു കോപ്പിയുടെ ഇതിനിടയിൽ കാണാൻ പറ്റും. ബാറ്റ്മാൻ വന്നത് 1939-ലാണ്. അതിന് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം 1962-ലാണ് അയൺമാൻ സീനിൽ വന്നത്. രണ്ടുപേരും ഹ്യൂമൻ ആണ്. ടെക്നോളജി ആൻഡ് മണി ഉപയോഗിച്ചാണ് ഇവർ രണ്ടുപേരും സൂപ്പർ പവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രൂസ് വെയിന്റെയും ടോണി ഷാർക്കിന്റെയും ക്യാരക്ടേഴ്സ് തമ്മിലും സിമിലാരിറ്റീസ് ഉണ്ട്. ബാറ്റ്മാനെ കണ്ട് മാത്രമാണ് അയൺമാൻ വന്നത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബാറ്റ്മാന്റെ ഒരു ഇൻഫ്ലുവൻസ് അയൺമാനിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ബാറ്റ്മാനുമായിട്ട് സാമ്യമുള്ള മാർവലിന്റെ മറ്റൊരു ഹീറോയാണ് മൂൺ നൈറ്റ്. ഈ 5 ക്യാരക്ടേഴ്സ് മാത്രമല്ല, പരസ്പരം ഇവർ കോപ്പി അടിച്ച ഹീറോസ് ഇനിയും ഉണ്ട്. അടുത്ത പാട്ടിൽ നമുക്ക് അതും കൂടെ കാണാം. ഈ ഒരു കോപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമന്റ് ബോക്സിൽ പറയാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട്